ആരൂട്ടൻ്റെ പിറന്നാൾ. കുഞ്ഞു പെണ്ണ് എത്ര പെട്ടെന്നാ വലുതാവുന്നേ. 2 വയസ്സായി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും ലേബർ റൂമിൽ പോയതും ആ ഡെലിവറിയൊക്കെ എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നും. രാവിലെ തന്നെ നല്ല ഉറക്കമായിരുന്ന ആരൂട്ടനെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് കുത്തിപ്പൊക്കിയത്. എണീറ്റപ്പോൾ തന്നെ ബലൂണൊക്കെ കണ്ടപ്പോൾ ആൾ നല്ല ഹാപ്പി മൂഡിലായി. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി. ടാറ്റ പോവാന്ന് പറഞ്ഞാൽ അവൾ എവിടേക്കും റെഡിയാണ്. ഇവിടെ അടുത്തുള്ള ശാസ്താംകോവിലും തൃക്കുളശേഖരത്തിലും ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലുമാണ് ഞങ്ങൾ പോയത്. അവിടെ രണ്ടിടത്തും ആരൂട്ടൻ്റെ പേരിൽ കുറച്ച് നേർച്ചയും വഴിപാടുമൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂമ്മയുടെ ഒക്കത്തിരുന്ന് നല്ല കുട്ടിയായി കാഴ്ചയൊക്കെ കണ്ടാണ് ആരൂട്ടൻ അമ്പലത്തേക്ക് കയറിയത്. അമ്പലത്തിൻ്റെ കൊമ്പോട്ടി കയറിയപ്പോഴായാലോ നിലത്തിറങ്ങി ഓട്ടം തുടങ്ങി. അങ്ങനെ അവളുടെ നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അമ്പലത്തിലെ പ്രസാദവും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലെത്തി. ആ ഉണ്ണിയപ്പത്തിൽ അവളുടെ കണ്ണ്. വന്നപ്പോൾ തന്നെ ഡൈനിങ് ടേബിളിൽ കയറിയിരുന്ന് പ്രസാദം കഴിക്കുക. ആരൂട്ടൻ്റെ പേരിൽ കഴിപ്പിച്ചതല്ലേ, സോ ഫസ്റ്റ് അവൾ തന്നെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾക്കാദ്യം കൊടുക്കാനുള്ള തിരക്കിലാണ് അമ്മ. എല്ലാത്തിൽ നിന്നും ഒരു പങ്ക് അത് അവൾക്കാദ്യം തന്നെ കൊടുത്തു. ഉണ്ണിയപ്പം കിട്ടാനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എൻ്റെ കുട്ടി. കിട്ടിയപ്പോഴോ ആഹാ പരമാനന്ദം. പിന്നെയും ഉണ്ണിയപ്പം ചോദിച്ചു വാങ്ങണ്ടായിരുന്നു. അവസാനം അവളുടെ കയ്യിലങ്ങ് വെച്ച് കൊടുത്തു. അമ്പോ ആ തീറ്റ ഒന്ന് കാണണമായിരുന്നു ഉണ്ണിയപ്പം കൊതിച്ച്. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ മെയിൻ യുദ്ധം തുടങ്ങി. ഫുഡ് കൊടുക്കൽ അതൊരു വല്ലാത്ത പണിയാട്ടോ. ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ആരൂട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പുമാവ് ബിരിയാണി, ക്യാരറ്റ് ഇട്ട ഉപ്പുമാവ് അതവൾക്ക് ബിരിയാണിയാണ്. കുറേ തന്ത്രങ്ങൾ പയറ്റിയാണ് ഒരു പിടിയെങ്കിലും വായിലാക്കുന്നത്. അങ്ങനെ ആ യുദ്ധവും കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി സദ്യയും പായസവും ഇല്ലാതെ എന്ത് പിറന്നാൾ. ഇന്ന് പാലട പായസമാണ് വെച്ചത്, ആരൂട്ടൻ്റെ ഫേവറേറ്റ്. ഒരു കുഞ്ഞ് സദ്യയും ഒരുക്കി ഞങ്ങൾ. വിഭവങ്ങളധികം ഒന്നുമില്ലെങ്കിലും ആരൂട്ടൻ്റെ ഫേവറേറ്റ്സ് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ് അത് 3 വേണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. നിലത്ത് പായൊക്കെ വിരിച്ച് ഇലയിട്ട് ചോറ് വിളമ്പിയപ്പോൾ അവൾക്കതൊരു കൗതുകമായിരുന്നു. ഈ ഇരിപ്പ് കണ്ടാൽ തോന്നും ഇത് മുഴുവൻ ഞാൻ ഇപ്പം തിന്ന് തീർക്കുമെന്ന്. എന്നാലും പിറന്നാൾ സദ്യ ആയതുകൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം ഭക്ഷണം കഴിച്ചു. ഊണ് കഴിഞ്ഞാൽ ഒരു ഉറക്കം അത് നിർബന്ധമാണ്. അങ്ങനെ ഒരു കുഞ്ഞുറക്കമൊക്കെ പാസ്സാക്കി ഞങ്ങൾ വൈകിട്ട് ഇവിടെ അടുത്ത് മൂത്തുകുന്ന് അമ്പലത്തിൽ പോയി. അവിടെ കുറേയധികം നേരം ഓടിക്കളിച്ചു അവൾ. ഈ അമ്പലപ്പറമ്പിലൊക്കെ രാത്രി പോകുന്നത് നല്ല രസമല്ലേ. പിന്നെ അപ്പൂപ്പൻ്റെ തോളിൽ കയറിയിരുന്ന് സർക്കിട്ടായിരുന്നു. അത് അവർ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. പണ്ട് പിള്ളേരെ വിറപ്പിച്ചിരുന്ന മാഷ ഇപ്പോൾ ആരൂട്ടനെ കുതിര കളിപ്പിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.